أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذا سألك عبادي أني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണം. ഹഖ്ക തുഖാതിഹി, എപ്രകാരമാണോ സൂക്ഷിക്കേണ്ടത് അപ്രകാരം സൂക്ഷിച്ചു കൊള്ളണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കുകയും അരുത് എന്ന്. നമ്മുടെ ചുറ്റിൽ നിന്നും ധാരാളം പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളായി മരിക്കുക എന്നതാണ് പ്രാധാന്യം. പണക്കാരനായി മരിക്കുക എന്നതോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോടുകൂടി മരിക്കുക എന്നതോ ഒരു പ്രത്യേക അവസ്ഥയിൽ ചെന്ന് മരിക്കുക എന്നതോ അല്ല പ്രാധാന്യം. മറിച്ച് മുസ്ലിമായി മരിക്കുക എന്നത് തന്നെയാണ് പ്രാധാന്യം. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അള്ളാഹു താല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ രണ്ട് നാമങ്ങളാണ്. ഒന്ന് ഇന്നല്ലാഹ ഖരീബ്, അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, സമീപസ്ഥനാണ്. രണ്ടാമത്തേത് മുജീബ്, എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നത്. അതായത് അള്ളാഹു തആല സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ അടുത്തവനാണ്. അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ അറിവ് കൊണ്ട്, കാഴ്ച കൊണ്ട്, കേൾവി കൊണ്ട്, കാരുണ്യം കൊണ്ട് എല്ലാം മനുഷ്യരോട് ഏറ്റവും കൂടുതൽ അടുത്തവനാണ് റബ്ബ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് എന്തു തന്നെ ചോദിച്ചാലും
അവൻ അതിന് ഉത്തരം നൽകും, അതിന് കഴിവുള്ളവനാണ്. അതായത് അല്ലാഹു തആല മുജീബാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിലൂടെ, വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുകയാണ്, അന്നി ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അവർക്ക് ഏറ്റവും അടുത്തവനാണ് എന്ന് പറയുക, സമീപസ്ഥനാണ് എന്ന് പറയുക. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, അതുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഖരീബാണ്, മുജീബാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അല്ലാഹു തആല ഉത്തരം നൽകുവാൻ കഴിവുള്ളവനാണ്. വഖാല റബ്ബുക്കും ദഊനി അസ്തജിബു ലക്കും, നിങ്ങളുടെ റബ്ബ് എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുക, തീർച്ചയായും ഞാൻ ഉത്തരം നൽകുവാൻ കഴിവുള്ളവനാണ് എന്ന്. സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നത് നാം ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ അല്ലാഹുവിനോട് ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. പല വിധത്തിലായിക്കൊണ്ട് അല്ലാഹു തആല അതിനുള്ള ഉത്തരവും നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലഖദ് നാദാന നൂഹൻ ഫലിനിഅലമ അൽ മുജീബൂൻ വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. നൂഹ് നബി അലൈഹി വസ്സലാത്തു വസ്സലാം എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അതിനെ ഞാൻ നല്ല വിധത്തിലാണ് അതിനുള്ള ഉത്തരം നൽകിയത്. അത്രയും വലിയ പ്രയാസത്തിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും രക്ഷിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബർ ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബി ലസമീഉ ദുആ. എനിക്ക് വാർദ്ധക്യമായിട്ടും എനിക്ക് കുഞ്ഞുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും അസ്തമിച്ചിട്ടും എനിക്ക് ഇസ്മാഈലെന്നും ഇസ്ഹാഖെന്നും സ്വാലിഹായ 2 പ്രവാചകന്മാരെ മക്കളായി നൽകിയ എൻ്റെ റബ്ബുണ്ടല്ലോ, ഇന്ന റബ്ബി ലസമീഉ ദുആ, എല്ലാ പ്രാർത്ഥനകളും കേൾക്കുവാൻ കഴിവുള്ളവനാകുന്നു എന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലയും ഹാറൂൻ അലൈഹിസ്സലയും ഇവർ രണ്ടുപേരും ഫിർഔനിന്റെ ക്രൂരതകൾ, ഫിർഔനിന്റെ അക്രമങ്ങൾ സഹിക്കാൻ വയ്യാതെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഖാല ഖദ് ഉജീബതു ദഅവതുകുമാ, അല്ലാഹു അതിനുള്ള മറുപടിയായി, ഇതാ നിങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഫിർഔനിനെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പാഠമാക്കി അല്ലാഹു തആല അതിനുള്ള ഉത്തരമായി നൽകിയെങ്കിൽ, സഹോദരങ്ങളെ, മാത്രവുമല്ല വർഷങ്ങളോളം മാറാരോഗം പിടിപെട്ട ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അയ്യൂബ് അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു ഇന്നി മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. നാദാ, മാറാരോഗം എന്നെ ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും വലിയ കരുണാനിധിയായ റബ്ബാണല്ലോ നാദാ, എന്റെ ഈ രോഗം മാറ്റിത്തരണമേ എന്ന് അയ്യൂബ് അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഫഅസ്തജബ്നാ ലഹും, എന്താണോ അയ്യൂബ് അലൈഹി വസ്സലാത്തു വസ്സലയ്ക്ക് ബാധിച്ചത് അത് അല്ലാഹു തആല ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി കൊണ്ട് ആ രോഗം മാറ്റുന്നു. ഭാര്യയും മക്കളും ഒക്കെ വീണ്ടും അയ്യൂബ് അലൈഹി വസല്ലയോട് ചേരുന്നു. മാത്രവുമല്ല, മഹാനായ യൂനുസ് നബി അലൈഹി വസല്ലം, വദന്നൂന ഇദ ദഹബ മുഗാലിബൻ ഫളന്ന അല്ലൻ നഖ്ദിർ അലൈഹി ഫനാദാ ഫീ ദുലുമാത്. എന്തായിരുന്നു? ദേഷ്യം പിടിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം നാടുവിടുകയാണ് യൂനുസ് അലൈഹിസ്സലാം. അങ്ങനെ സമുദ്രത്തിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ വിധിപ്രകാരം മത്സ്യത്തിന്റെ വയറ്റിലേക്ക് ചെന്നെത്തുന്നു. സമുദ്രത്തിൽ ഇരുട്ടാണ്, മത്സ്യത്തിന്റെ വയറ്റിലും ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിന്നും കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. അങ്ങനെ അല്ലാഹു തആല ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി കൊണ്ട്
മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പുറത്തു കൊണ്ടുവരികയാണ്. മാത്രവുമല്ല ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗം വകദാലിക നൻജിൽ മുഅ്മിനീൻ. അല്ലാഹു തആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് സത്യവിശ്വാസികളെ അതുപോലുള്ള എല്ലാ പ്രയാസത്തിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് വാഗ്ദാനം നൽകുകയാണ് സഹോദരങ്ങളെ. മാത്രവുമല്ല മഹാനായ സക്കറിയ നബി അലൈഹി വസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ലാ തദർനി ഫറാദ വഅൻത ഖൈറുൽ വാരിസീൻ. അല്ലാഹുവേ, എന്നെ തനിച്ചാക്കി കളയല്ല നാഥാ, എന്നെ മക്കളില്ലാതെ, എന്റെ വാർദ്ധക്യം സന്താനങ്ങളില്ലാതെ എന്നെ ആക്കിക്കളയല്ല നാഥാ, എനിക്ക് സന്താന സൗഭാഗ്യം നൽകണമേ എന്ന് സക്കറിയ നബി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജ. അല്ലാഹു തആല ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി കൊണ്ട് യഹ്യ എന്ന പ്രവാചകനെ മകനായിക്കൊണ്ട് അല്ലാഹു തആല സക്കറിയ നബിക്ക് നൽകുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഇതാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു തആലയുടെ സഹായങ്ങൾ എങ്ങനെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലയോടും സത്യവിശ്വാസികളോടും ഇപ്രകാരം പറയുകയാണ് ഖുർആൻ, തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും ഇന്നി മുംദുക്കും ബിഅൽഫി മിനൽ മലായികതി മുർദഫീൻ. ബദറിന്റെ രണാങ്കളമാണ്, സഹായിക്കാൻ ആരുമില്ലാത്ത സന്ദർഭം അല്ലാഹു തആല 1000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അതിനുള്ള ഉത്തരം അവൻ നൽകുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസവും നമുക്കുണ്ടാകണം. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ അല്ലാഹുവല്ലാതെ മറ്റാരാണ് ഉള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. എത്ര വലിയ പ്രയാസമായിക്കോട്ടെ, എത്ര വലിയ വിഷമങ്ങളായിക്കോട്ടെ, സഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നോട്ടെ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായിട്ടും ഉത്തരമുണ്ടാവും. أَمَّنْ يُجِيبُ الْمُضْطَرَّ إِذَا دَعَاهُ وَيَكْشِفُ السُّوءَ وَيَجْعَلُكُمْ خُلَفَاءَ الْأَرْضِ أَإِلَٰهٌ مَعَ اللَّهِ قَلِيلًا مَا تَذَكَّرُونَ. എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും, എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും അതെല്ലാം മാറ്റിക്കൊടുക്കുന്നത് റബ്ബാണ്. റബ്ബല്ലാതെ അതിന് മറ്റാർക്കും കഴിയുകയുമില്ല. ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം നൽകുവാൻ അല്ലാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ നിഖില മേഖലകളിലും റഹ്മാനായ റബ്ബിനോട് നാം നിരന്തരമായി പ്രാർത്ഥിക്കുക. രോഗം വരാം, ബുദ്ധിമുട്ടുകൾ വരാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, കച്ചവടത്തിൽ പ്രശ്നമുണ്ടാവാം, സമുദായത്തിൽ പ്രശ്നമുണ്ടാവാം, നാട്ടിൽ പ്രശ്നമുണ്ടാവാം, ഭരണാധികാരികളെ കൊണ്ട് പ്രശ്നമുണ്ടാവാം, നമ്മളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവാം. എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും അത് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും യൂനുസ് നബിക്ക് മറുപടി ലഭിച്ചതുപോലെ, അയ്യൂബ് അലൈഹി വസല്ലക്ക് ഉത്തരം ലഭിച്ചതുപോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലക്ക് ഉത്തരം ലഭിച്ചതുപോലെ തീർച്ചയായും നമുക്കും ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവനോട് മാത്രം സഹായം തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ
ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആദ്യ ഖുതുബയിൽ മനസ്സിലാക്കിയത് പ്രാർത്ഥിക്കേണ്ട ഗൗരവത്തെക്കുറിച്ചും ആ പ്രാർത്ഥന മൂലം നമുക്ക് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ സഹായങ്ങളെക്കുറിച്ചുമാണ്. നമുക്കറിയാം, മുസ്ലിങ്ങളുടെ അവകാശങ്ങളിൽ കൈകടത്തുകയും പല രൂപത്തിലായി മുസ്ലിങ്ങളെ മുതലെടുക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നാം ഇതോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, നമ്മുടെ മനോഭാവം എങ്ങനെ വേണമെന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ ആകാശത്തിന് കീഴെ ഭൂമിയിൽ എവിടെയെല്ലാം മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ഒന്നാമതായി ആ നാട്ടിലെ ഭരണാധികാരികളെ കൊണ്ടും കുടുംബത്തിലായാലും മറ്റു സമുദായത്തിലായാലും എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലൂടെ പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങളെ പരീക്ഷണങ്ങളിൽ നിന്നും വിട്ടയച്ചേക്കുമോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. പരീക്ഷണങ്ങളില്ലാതെ നിങ്ങളെ വിട്ടുകളയുമോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു പരീക്ഷണങ്ങൾ? സത്യവും അസത്യവും ആരാണോ കള്ളം പറയുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി എന്ന് സൂറത്തുൽ അൻകബൂത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന്റെ ആ ഒരു ഉറപ്പ് അത് പരിശോധിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ തരും. വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ് ഖാലു ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സത്യവിശ്വാസികൾ സംഘടിത കക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ, നാടൊട്ടാകെ നമ്മളെ വലയം വെച്ച് കഴിഞ്ഞാൽ സത്യവിശ്വാസികൾ പറയും, മാ വഅദനല്ലാഹു റസൂലഹു, ഇത് ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഞങ്ങളുടെ റബ്ബും ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ പ്രവാചകനും ഇത് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. വസദഖല്ലാഹ്, തീർച്ചയായും അത് സത്യം തന്നെയാണ്. വറസൂലഹു, പ്രവാചകൻ പറഞ്ഞത് എന്ന് സത്യവിശ്വാസികൾ പറയും. കാരണം പ്രയാസങ്ങൾ വരുമ്പോൾ, ശത്രുക്കൾ ഒട്ടാകെ നമ്മളെ വലയം വെക്കുമ്പോൾ അവർ പറയില്ല, വേവലാതിപ്പെടില്ല, ഭയപ്പെടില്ല, ദുഃഖിക്കില്ല. മറിച്ച് അവർ എന്താണ് പറയുക? ഇത് ഞങ്ങളുടെ റബ്ബും ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവും പ്രവാചകനും ഞങ്ങൾക്ക് മുൻകൂട്ടി തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് എന്ന് അവർ പറയും. മാത്രവുമല്ല, വസാദഹും വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ, ബേജാറല്ല വർദ്ധിക്കുക, ബേജാറല്ല, വേവലാതിയല്ല, അങ്കലാപ്പല്ല വർദ്ധിക്കുക. മറിച്ച് പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ, ഈമാനാണ് വർദ്ധിക്കുക, സമാധാനമാണ് വർദ്ധിക്കുക. അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മാത്രവുമല്ല, സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല ചോദിക്കുകയാണ്, അം ഹസിബ്തും അൻ തദ്ഖുലൂനൽ ജന്ന, നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു കളയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വദർറാ വസുൽസിലു, എത്രത്തോളമെന്നാൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അത്രയും പ്രയാസങ്ങൾ അവരെ ചൂഴ്ന്നു. എത്രത്തോളമെന്നാൽ മതാ നസ്റുല്ലാഹ് യഖൂലർ റസൂല വല്ലദീന ആമനൂ മഅഹ്, അല്ലാഹുവിന്റെ റസൂലും റസൂലിൽ വിശ്വസിച്ചവരും അല്ലാഹുവിന്റെ സഹായം ഞങ്ങൾക്ക് എപ്പോഴാണ് വരിക എന്ന് പ്രാർത്ഥിക്കുന്നത്രയും അവർ വിറപ്പിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഇവരോടൊക്കെയുള്ള ഒരു ഉത്തരമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, പ്രയാസങ്ങൾ വരാം,
പ്രശ്നങ്ങൾ വരാം, നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാം. ലോകത്ത് എവിടെയെല്ലാം മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ എവിടെയെല്ലാം നിഷേധിക്കപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം വിശുദ്ധ ഖുർആനിന് കൊടുക്കുവാനുള്ള ഒരു മറുപടി എന്താന്ന് വെച്ചാൽ ഇല്ല ഇല്ല, ഇന്ന നസ്റുല്ലാഹ് ഖരീബ്, തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം സമീപത്ത് തന്നെയുണ്ട്, അടുത്തു തന്നെയുണ്ട്, അത് വരിക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് വേവലാതിപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. സത്യവിശ്വാസികളായി ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് തല ഉയർത്തിക്കൊണ്ട് തന്നെ നാം ജീവിക്കേണ്ടതുണ്ട്. നമുക്കിത് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. നമുക്ക് പ്രയാസങ്ങൾ വരുമെന്നും പരീക്ഷണങ്ങൾ വരുമെന്നും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഈ സന്ദർഭത്തിൽ പേടിച്ചോടുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കണം, നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ, നമ്മുടെ ഈമാനും നമ്മുടെ സമർപ്പണവുമാണ് വർദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, എത്ര വലിയ അക്രമികളായ ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫിർഔനിന്റെ അവസ്ഥ എന്തായി നമ്മളെല്ലാവരും പഠിച്ചവരാണ്. അതുകൊണ്ട് എത്ര വലിയ അധികാരികളാണെങ്കിലും എത്ര വലിയ ഭരണാധികാരികളാണെങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അവരും കൈകെട്ടി നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് എത്ര തന്നെ തന്ത്രങ്ങൾ പ്രയത്നിച്ചാലും എത്ര തന്നെ തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അതൊന്നും വില പോകുകയില്ല എന്നുള്ളതും നമുക്ക് നിഷേധിക്കുവാനാവുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. എത്ര തന്നെ തന്ത്രങ്ങൾ പ്രയോഗിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ പോലും വമക്കറു മക്കറല്ലാഹ്, തന്ത്രങ്ങൾ പ്രയോഗിച്ചോട്ടെ, വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. തീർച്ചയായും തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തന്ത്രം പ്രയോഗിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് നമ്മളെ എന്തു തന്നെ പ്രയാസങ്ങൾ നമ്മളെ പ്രതികൂലമായി ബാധിച്ചാലും ഈ ദീനിൽ ഉറച്ചു നിൽക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. അതുപോലെ തന്നെ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ക, തീർച്ചയായും പരലോകം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, തീർച്ചയായും നാം മുസ്ലിങ്ങളായി മരിക്കുക എന്നതാണ് നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം. അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ച് അവനോട് മാത്രം ഇബാദത്തുകൾ ചെയ്ത് അവൻ പറഞ്ഞതുപോലെ ജീവിച്ച് നാളെ സച്ചരിതരും അതുപോലെ സൽസ്വഭാവികളെല്ലാം ചെന്നെത്തുന്ന സ്വർഗപ്പൂന്തോപ്പിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥാ, ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുത്തു മാപ്പാക്കി തരണമേ നാഥാ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. இது போன்ற மார்க்க சொற்பொழிவுகள் மற்றும் இஸ்லாமிய காணொளிகள் காண நமது தமிழ் இஸ்லாமிக் ஃபுட்டேஜ் என்கிற யூடியூப் சேனலை சப்ஸ்கிரைப் செய்து கொள்ளுங்கள். ஜஸாக்குமுல்லாஹு கைரன் கஸீரா.